സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് വായിച്ചു കേട്ടത് ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 തിരുവചനങ്ങളാണ്. നമുക്കെപ്പോഴും വായിച്ചു കേട്ടുള്ള ഒരു വചനഭാഗമാണ് ധൂർത്തപുത്രന്റെ ഉപമ. ഈ ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മാത്രമാണ് ഈ ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഈ 15-ാം അധ്യായം 3 ഉപമകളാണ് പറയുന്നത്. ഒന്ന് കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, ഒപ്പം തന്നെ ധൂർത്തപുത്രന്റെ ഉപമ. ഏറ്റവും ദൈർഘ്യമുള്ള, യേശു പറഞ്ഞിട്ടുള്ള ഉപമകൾ ഏറ്റവും ദൈർഘ്യമുള്ള, നീളം കൂടിയ ഉപമകളിലൊന്നാണ് ഈ ധൂർത്തപുത്രന്റെ ഉപമ. ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായം സുവിശേഷങ്ങളുടെ സുവിശേഷമായിട്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാരെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നത്. കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഒഴുക്കുന്ന ഒരു ഭാഗമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. സാധാരണ ഈശോ ഉപമകൾ പറയുമ്പോൾ 2 എക്സ്ട്രീമുകളോട് പറയും. സാധാരണ നമുക്കറിയാം, ഇവിടെ 2 കഥാപാത്രങ്ങളാണ് മുഖ്യമായി നിൽക്കുന്നത്. 3 കഥാപാത്രമുണ്ട്. അതിൽ 2 മക്കളാണ്. ഒന്ന് ഇളയവൻ, ഒന്നാമത്തത് മൂത്തപുത്രനും ധൂർത്തപുത്രനും. മാനസാന്തരപ്പെടുന്ന പാപിയും മാനസാന്തരമില്ലാത്ത സ്വയം നീതീകരിക്കുന്നവനായിട്ടാണ് 2 കാര്യങ്ങൾ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ പാറമേൽ ഭവനം പണിതവനെ, മണൽപ്പുറത്ത് ഭവനം പണിതവരെ, ഫരിസയരും ചുങ്കക്കാരും, മർത്തയും മറിയവും, വിവേകമതിയ കന്യകന്മാർ, വിവേകശൂന്യകമായ കന്യകന്മാർ, നല്ല കളനം, ഇടത്തെ വശത്തെ കളനം. ഇങ്ങനെ 2 എക്സ്ട്രീമായിട്ട് സാധാരണ കർത്താവ് ഉപമകൾ പറയുക. ഇവിടെ നമുക്ക് 2 യജമാന്മാരെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ യജമാനൻ പിതാവായ ദൈവം. പിതാവായ ദൈവമാണ് ഒന്നാമത്തെ യജമാനൻ. പിതാവിൻ്റെ ഭവനത്തിലെ ആയിരിക്കുന്ന അവസ്ഥയാണ് ഒന്നാമത്തെ അവസ്ഥ. നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ യജമാനൻ ഒരു പൗരൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ജോലിക്കാരനായിട്ട് നിൽക്കുന്ന അവസ്ഥ. 2 യാത്രകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇളയ മകൻ സകലതും വാങ്ങിച്ചു കൊണ്ടുപോയി തൻ്റെ സ്വത്തിൻ്റെ ഓഹരി കംപ്ലീറ്റ് സ്വരൂപിച്ച് പോകുന്ന യാത്ര. ആ യാത്രയ്ക്കകത്ത് അവന് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. സന്തോഷം എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ കുറെ കാശുണ്ടെന്ന സന്തോഷം. പക്ഷേ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പണമോ സമ്പത്തോ സുഖസൗകര്യങ്ങളോ ഒന്നും ശാശ്വതമല്ല എന്ന് ഈ മുമ്പിൽ നമ്മളെ കാണിച്ചു തരികയാണ്. തിരിച്ചു വരുന്ന യാത്രയുണ്ട്. അത് അനുതാപത്തിന്റെ യാത്രയാണ്. ഒന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഉണ്ട്, പൈസയുണ്ട്, വസ്ത്രമൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലാത്ത ശൂന്യമായുള്ള അവസ്ഥയിൽ തിരിച്ചു വരുന്ന അവസ്ഥ. കയ്യിലൊന്നുമില്ല, പാപ്പരായി എന്ന് പറയില്ലേ, അതേപോലെ പാപ്പരായിട്ട് വരുന്ന അവസ്ഥ. പക്ഷേ അനുതാപമുണ്ട്, അവിടെ ആത്മാവിൻ്റെ രക്ഷയുണ്ട്. ആ യാത്രയാണ് തിരിച്ചു വരുന്ന യാത്ര. 2 ചോദ്യങ്ങൾ, 2 അപേക്ഷകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ചോദ്യം സ്വത്ത് പങ്കുവെച്ചു തരാനാണ്. രണ്ടാമത്തെ ചോദ്യം വൃത്തിനായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ്. ആദ്യത്തേല് സ്വത്താണ് ആവശ്യം, രണ്ടാമത്തേല് വേണ്ടത് അപ്പനെയാണ്. നമുക്ക് ഒത്തിരി ചിന്തിക്കാനുള്ള ഒരു ബൊമ്മയാണത്. ആദ്യത്തേല് അപ്പനെ വേണ്ട, അപ്പൻ്റെ സ്വത്ത് മതി. പക്ഷേ അപ്പൻ്റെ സ്വത്ത് കിട്ടിയിട്ട് വല്ല ഉപകാരം ഉണ്ടായോ? ഒരു ഉപകാരം ഉണ്ടായില്ല. എല്ലാ സമാധാനം കൂടി നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം.
രണ്ടാമത്തെ ആ ചോദ്യത്തിലെ അപ്പനെ മതി, സ്വത്ത് വേണ്ട. നമുക്ക് വേണ്ടതും അതന്നെയാണ്. ഈ ലോകത്തിൽ കാണുന്ന സമ്പത്തൊന്നുമല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ആ അപ്പനെ നമുക്ക് വേണ്ടത്, ആ സ്വർഗീയ അപ്പച്ചനെ നമുക്ക് വേണ്ടത്. അതാണ് രണ്ടാമതായിട്ട് ഇതിനകത്ത് ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യം. രണ്ട് അനുഭവങ്ങളോട് കടന്നു പോകുന്നുണ്ട്. ഒന്ന് 15-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ആ ദേശത്ത് ഒരു എന്ത് വന്നു? ക്ഷാമം വന്നു. ആത്മീയ ക്ഷാമം, ആത്മീയമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥ. എല്ലാം ഉണ്ട്, പക്ഷേ ആത്മാവിൽ ഒന്നുമില്ലാത്ത അവസ്ഥ, ആത്മീയ ക്ഷാമം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഒന്നാമത്തെ ഒരു അനുഭവം അത്. രണ്ടാമത്തെ അനുഭവം 24-ാമത്തെ വാക്യത്തില്, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, പക്ഷേ അവനിന്ന് വീണ്ടും ജീവിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കുന്നു. അതാണ് ആത്മാവിലുള്ള വീണ്ടും ജനനം പറയുന്നത്. നമുക്ക് ആഹ്ലാദിക്കാം. ആ ആഹ്ലാദം ദൈവത്തിൻ്റെ ആഹ്ലാദമാണ്, ആത്മാവിലുള്ള ആഹ്ലാദമായിട്ട് നമുക്കിവിടെ കാണുവാനായി സാധിക്കും. രണ്ട് ഇടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പുറത്തുപോയ ഇളയ മകൻ വീടിനകത്തായി, വീടിനകത്തെന്ന് വിചാരിച്ചിരിക്കുന്ന മൂത്ത പുത്രൻ പുറത്തായി. അപ്പൊ രണ്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത്, രണ്ട് എക്സ്ട്രീമുകളാണ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇനി ഈ ബൊമ്മയിലെ ദൈവശാസ്ത്രന്മാർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമ മാത്രമല്ല, ധൂർത്തനായ പിതാവിൻ്റെ ഉപമ കൂടിയുമെന്ന് ദൈവശാസ്ത്രന്മാർ വളരെ വ്യക്തമായിട്ടും ഉപമയെ ചൂണ്ടിക്കാണിക്കുക. എന്താ കാരണം? അത് സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവ്, സ്നേഹത്തിന് പരിധിയില്ലാതെ സ്നേഹം ധൂർത്തടിച്ച് വാരികോരി കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പിതാവ്. ധൂർത്തപുത്രൻ സമ്പത്താണ് ധൂർത്തടിച്ചത്, പക്ഷെ പിതാവ് ധൂർത്തടിച്ച് കളഞ്ഞത് സ്നേഹമാണ്. ദൈവശാസ്ത്രന്മാരെ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുകയാണ്, ധൂർത്തപുത്രൻ ചുങ്കക്കാരുടെയും പാപികളുടെയും പ്രതിനിധിയായിട്ടാണ്. ചുങ്കക്കാരുടെയും പാപികളുടെയും പ്രതിനിധിയായിട്ടാണ് ധൂർത്തപുത്രൻ ഇവിടെ നിൽക്കുന്നത്. മൂത്തപുത്രനെ സൂചിപ്പിക്കുന്നത് നിയമജ്ഞരുടെയും ഫരിസായരുടെയും പ്രതിനിധിയായിട്ടാണ്. അതിന് കാരണമുണ്ട്. മൂത്തപുത്രൻ അപ്പൻ പറഞ്ഞതുപോലെ നിയമങ്ങളൊക്കെ അനുശാസിച്ച് മുന്നിട്ട് പോകുന്നു, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് അപ്പനോട് സ്നേഹമൊന്നുമില്ല. നിയമത്തിലാണ് അവൻ്റെ ആശ്വാസം. നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ എപ്പോഴും പിറുപിറുപ്പും കുറ്റം കണ്ടുപിടിച്ചും കുറ്റം പറഞ്ഞുമാണ് അവൻ ജീവിച്ചിരുന്നത്. ഫരിസയരും നിയമജരും അതുപോലെ ജീവിച്ചിരുന്ന. അതുകൊണ്ട് കർത്താവ് ഈ ധൂർത്തപുത്രന്റെ ബൊമ്മ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുക. കാരണം നിയമജനും ഫരിസയർക്കും സ്നേഹമല്ല, മറിച്ച് സ്വാർത്ഥതയും ഭയവും അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവരെ നിയമം പാലിച്ച് വന്നത്. ക്രിസ്തു മതവും യഹൂദ മതവും തമ്മിലുള്ള കാതലായ ഒരു വ്യത്യാസം ഈ ഉപമയിൽ എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്തു മതവും യഹൂദ മതവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ധൂർത്തപുത്രന്റെ ഉപമയിലെ കാണുവാനായിട്ട് സാധിക്കുക. യഹൂദ മതത്തിലെ രക്ഷ എന്ന് പറയുന്നത് രക്ഷാ, ദൈവാനുഗ്രഹം, ദൈവസ്നേഹം, പാപപ്രവൃത്തി ഇവയൊക്കെ ലഭിക്കുന്നത് അണുവിട വ്യത്യാസമില്ലാതെ നിയമം പാലിക്കുന്ന വഴിയാണ്. കൽപ്പനകൾ പാലിക്കുന്ന വഴിയായിട്ടാണ് രക്ഷ അല്ലെങ്കിൽ ദൈവസ്നേഹമൊക്കെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യഹൂദ മതത്തിലെ ക്രിസ്തു മതത്തിലെ രക്ഷ പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ വഴിയാണ്, ദൈവത്തിൻ്റെ കൃപ വഴിയാണ്. നിയമാനുഷ്ഠാനത്താലല്ല, മറിച്ച്
യേശുവിൻ്റെ കൃപയാലാണ് ഓരോ വ്യക്തികളും രക്ഷയിലേക്ക് നയിക്കപ്പെടുക. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ധൂർത്തപുത്രൻ രക്ഷ ലഭിച്ചത്, അവൻ രക്ഷപ്പെട്ടത്, ഭവനത്തിന് അകത്ത് കയറാൻ സാധിച്ചത് കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ കൃപയും കൊണ്ടാണ്. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ബൊമ്മയിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹം പ്ലസ് കരുണ. സ്നേഹമില്ലാത്ത, കരുണയില്ലാത്ത മുഖങ്ങളുണ്ടെങ്കിൽ അവിടെ ദൈവമില്ല എന്ന് ഈ ബൊമ്മയിലൂടെ ദൈവശാസ്ത്രന്മാരെ പ്രത്യേകമായിട്ട് നമ്മെ എടുത്തു പറയുകയാണ്. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് കഷ്ടത ഉണ്ടാകുന്നത് അവരെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന്, അതൊരു ശിക്ഷയല്ല എന്ന് ധൂർത്തപുത്രന്റെ കഷ്ടപ്പാടിന്റെ മധ്യേ സുബോധം തിരിച്ചു കിട്ടിയതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ദൈവമക്കള് ദൈവത്തിൽ നിന്ന് അകന്ന്, ഈ ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് അവിടെ കഷ്ടപ്പാടും ദുരിതവും കടന്നു വന്നത്. അതൊരു ശിക്ഷയല്ല, മറിച്ച് തിരിച്ചു വരുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. പലരും ചോദിക്കാറുണ്ട്, അച്ഛാ ആ വ്യക്തിക്ക് ഇങ്ങനെ രോഗം വന്നു, അത് കർത്താവിന് കണ്ണിലെ മൂക്കില്ലേ എന്നുള്ളത്, അല്ലെ ക്യാൻസർ വന്നു, അസുഖം ബാധിച്ചു, അപകടം ഉണ്ടായി. പക്ഷേ കർത്താവ് അത് ശിക്ഷയല്ല, മറിച്ച് ദൈവമഹത്വത്തിനായിട്ട് നിന്നെ ഉപയോഗിക്കാനായിട്ട് കർത്താവ് ഒരുക്കുന്ന വഴികൾ എന്നൊക്കെയാണ് ധൂർത്തപുത്രന്റെ കഷ്ടപ്പാടിലെ അവന് സുബോധം തിരിച്ചു കിട്ടിയതുപോലെ അഭിഷേകമായി മാറുവാനായിട്ട് സാധിക്കുക. മൂത്തപുത്രന് സുബോധം നഷ്ടപ്പെട്ടു. കാരണം മൂത്തപുത്രൻ സമൃദ്ധിയുടെ നടുവിലാണ് ഇരുന്നത്. രണ്ട് മക്കളും സമൃദ്ധിയുടെ നടുവിൽ ജീവിച്ചപ്പോൾ അവർക്ക് സുബോധം കിട്ടുന്നില്ല. സമൃദ്ധിയല്ല, നമ്മൾ ഒരു ഫ്രീ സോണില് സ്ട്രഗിളൊന്നുമില്ല, സ്ട്രെസ്സൊന്നുമില്ല ഉള്ള ഫ്രീ സോണിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് സുഖം. നേരെ മറിച്ച് ആ ഫ്രീ സോൺ മാറി സ്ട്രഗിളുള്ള സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ പ്രതികൂല സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കൂടുതൽ അനുഭവിക്കാനായിട്ട് അടുത്തറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പം മേലെ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുക. നിയമം അനുസരിച്ചുവെങ്കിലും തൃപ്തിയും സമാധാനം നൽകുന്ന ഒരു ആത്മവളർച്ചയിലേക്ക് മൂത്തപുത്രൻ വളർന്നില്ല. നിയമമൊക്കെ അനുഷ്ഠാനിച്ചു, 10 കൽപ്പനകൾ ഞങ്ങൾ നോക്കി നടന്നു, പക്ഷേ ആത്മീയ വളർച്ച ഉണ്ടായില്ല. ആത്മീയ മുരടിപ്പിലേക്കാണ് അവിടെ പോയത്. സഹോദര സ്നേഹമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തി രക്ഷ നേടാമെന്ന് കരുതുന്നവരുടെ പ്രതിനിധിയാണ് മൂത്തപുത്രൻ. സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. സഹോദര സ്നേഹവും ദൈവസ്നേഹവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. അത് ഒരുമിച്ച് തന്നെ പോവുള്ളൂ. അപ്പൊ സഹോദര സ്നേഹമില്ലാതെ ദൈവത്തെ മാത്രം സ്നേഹിച്ച് രക്ഷപ്പെടാമെന്ന് സാധിക്കുകയില്ലെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 21-ാമത്തെ അധ്യായം 17-ാം വാക്യത്തിലെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് സ്വത്തിലെ 2 ഭാഗവും മൂത്തപുത്രനുള്ളതാണ്. സ്വത്തിലെ 2 ഭാഗവും മൂത്തപുത്രനോ കടിഞ്ഞൂൽ പുത്രനുള്ള അവകാശം. അത് സ്വത്തിലെ 1/3 മാത്രമാണ് ഇളയ പുത്രന് ഉള്ളൂ. അത് വാങ്ങിച്ചിട്ടാണ് അവൻ ദൂർത്തടിച്ച് തിരിച്ചു വന്നപ്പോൾ ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ മൂത്തപുത്രൻ്റെയാണ്. പക്ഷേ അതുകൂടി നഷ്ടപ്പെടുന്നു തോന്നിയപ്പോഴാണ് അവന് അസ്വസ്ഥത കടന്നു വന്നത്. ലേവ്യരുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 7-ാം വാക്യത്തില് പന്നി അശുദ്ധ മൃഗമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പന്നിയെ നോക്കാനുള്ള ഒരവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ധൂർത്തപുത്രൻ അത്ര ഗതികേടിലേക്ക് പോയി, അല്ലെങ്കിൽ അത്രയും തരം താഴുന്ന അവസ്ഥയിലേക്ക് മാറി എന്ന് സൂചിപ്പിക്കാനാണ് പന്നിയെ കൊടുക്കുന്ന തവിടെയെങ്കിലും കിട്ടാനായിട്ട് അവൻ ആഗ്രഹിച്ചു എന്ന് അവിടെ പറയപ്പെടുന്നത്. ഇനി പുറപ്പാടിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 2-6 വാക്യത്തിലെ, ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം 39 മുതൽ 47 വാക്യത്തിലെ 3 തരം ജോലിക്കാരെ പറ്റി പറയുന്നുണ്ട്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് 3 തരം ജോലിക്കാരുണ്ട്. ഒന്ന് സ്ഥിരം ജോലിക്കാരെ എന്ന് പറഞ്ഞാല് അവര് അടിമകളാണ്. അവര്
യജമാനു വേണ്ടിയിട്ട് ഫുൾ ടൈം ജീവിക്കുന്നവരാ. അവര് കൂലി വാങ്ങിച്ച് പോകണ പണിയൊന്നുമില്ല. അവര് കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരു അടിമയെ അവൻ മരണം വരെ ഒരു അടിമയായിട്ട് നിൽക്കുമ്പോൾ അവൻ ആ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. കുടുംബത്തിന്റെ അവകാശങ്ങളൊക്കെ അവനും ലഭിക്കുന്നതായിരിക്കും അടിമയാവുമ്പോൾ. രണ്ടാമത്തെ വേലക്കാരെന്ന് പറയുമ്പോൾ അവര് സ്ഥിരം ജോലിക്കാരാ. ഈ അടിമകൾക്ക് താഴെ നിൽക്കുന്നവരാണ് അവര്. സ്ഥിരം ജോലിയുണ്ട്, പക്ഷേ അവിടെ താമസിക്കുന്നില്ല, അടിമയല്ല, അവർക്ക് പോയിട്ട് തിരിച്ചു വരാം. മൂന്നാമത്തെ കൂട്ടരുണ്ട് ദാസന്മാരെയും. അവര് ദിവസകൂലിക്ക് വേണ്ടി ആവശ്യങ്ങൾ അനുസരിച്ച് സാഹചര്യങ്ങൾ അനുസരിച്ച് വിളിക്കുന്നവരാണ് ഈ ദാസന്മാര്. അപ്പൊ 3 തരം ജോലിക്കാരെ കാണാൻ സാധിക്കും. ഈ ആവശ്യമനുസരിച്ച് വിളിക്കുന്നവരാണ് ദാസന്മാര്. അങ്ങനെയെങ്കിലും ഈ പിതാവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഉൽപ്പത്തി പുസ്തകം ലൂക്കയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തില് ഒറ്റൊരു വാചകത്തില് 5 ക്രിയകൾ കാണാൻ സാധിക്കും. 5 വെർബുകൾ. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ആണത്. 5 ക്രിയകൾ ഒരു വാക്യത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ലൂക്കയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 20-ാം വാക്യം. ഒന്ന് വായിച്ചു നോക്കാൻ പറ്റുമോ? ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. രണ്ടാമത്തെ മനസ്സലിഞ്ഞു. മൂന്നാമത്തെ ഓടിച്ചെന്നു. നാലാമത്തെ കെട്ടിപ്പിടിച്ചു. അഞ്ചാമത്തെ ചുംബിച്ചു. 5 ക്രിയകളാണ് ഒരു വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഒന്ന്, ദൂരെ വച്ച് തന്നെ പിതാവ് കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. 5 ക്രിയകളാണ് അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുക. ഈ ചുംബനം അതിൻ്റെ പഴയ നിയമത്തിലെ ഒരു അർത്ഥമുണ്ട്. 2 സാമൂല് 13-14 അധ്യായത്തിലെ ദാവീദിനെ അഹിനോവിലെ ആംനോൻ എന്ന് പറഞ്ഞ ഒരു മകൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ താഷൂര് താൽമായി മാഗയിൽ നിന്നിട്ട് എബ്സലോമും താമാറും, എബ്സലോം എന്നൊരു മകനും താമാറും എന്നൊരു മകളും ഉണ്ടായിരുന്നു. അപ്പൊ ദാവീദിന്റെ മകൻ ആംനോൻ എബ്സലോമിന് സഹോദരിയായ താമാറിനെ അവിടുന്ന് മൃഗീയമായിട്ട് അവിടുന്ന് വ്യഭിചാരത്തിലേക്ക് ഏർപ്പെടാനായിട്ട് നിർബന്ധിക്കുക ചെയ്തത് സഹോദരിയെ. ഇത് അറിഞ്ഞിട്ട് അബ്സലോം ആരും അറിയാതെ പടയാളിൽ വെച്ചിട്ട് ആമോനെ കൊല്ലിക്കുക ചെയ്തു. ഇതറിഞ്ഞ ദാവീദ് രാജാവ് അബ്സലോമിനെ ഭയങ്കര കഠിനമായി ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അവൻ സ്ഥലം വിട്ടു. അമ്മയുടെ അപ്പൻ്റെ വീട്ടിലേക്ക് പോയി കുറച്ചുനാൾ താമസിച്ചു. എന്നിട്ട് ദാവീദ് രാജാവിൻ്റെ ആ ദേഷ്യം പകയും ഒന്ന് ശാന്തമായപ്പോൾ അടുത്തൊരു വീട്ടിൽ വന്ന് താമസമാക്കി അബ്സലോം. അവസാനം ദാവീദ് തൻ്റെ മകനോട് ക്ഷമിക്കുന്നു. ഇതിന് പകരമായിട്ടാണ് കെട്ടിപ്പിടിച്ച് അബ്സലോമിനെ ചുംബിക്കുന്നുണ്ട്. ആ ചുംബനത്തിൻ്റെ അർത്ഥം, ഞാൻ നിന്നോട് എല്ലാം ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ വീണ്ടും നിന്നെ മകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നതാണ് ആ ചുംബനത്തിൻ്റെ അർത്ഥം. ഇവിടെയും മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുക ചെയ്തത്. അതിൻ്റെ അർത്ഥം, ധൂർത്തപുത്രൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിച്ച് നിന്നെ വീണ്ടും മകനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. രണ്ടാമത് പറയുന്നു, അങ്കിയും മോതിരവും. പഴയ നിയമത്തിലെ പ്രതീകങ്ങളാണ് അങ്കിയും മോതിരവും. ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫറവോ തൻ്റെ കയ്യിൽ നിന്നുള്ള മുദ്രമോദം ഊരിയെടുത്ത് പൂർവ്വ ജോസഫിനെ അണിയിക്കുന്നുണ്ട്. അത് ജോസഫിനെ അവിടുത്തെ സർവ അധികാരങ്ങളുടെയും അധിപനായിട്ട്
മാറ്റുന്നതിൻ്റെ പ്രതീകമാണ് ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം 42-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അതുപോലെ 1 മക്കബിയാർ 6-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടും കാണിക്കുകയാണ്. ആദരപൂർവകമായ ബഹുമാനത്തെ സൂചിപ്പിക്കാനാണ് അങ്കി, മേലങ്കി. ആദരപൂർവകമായ, നമ്മൾ പൊന്നാടണിയിക്കില്ലേ, അതിന് പകരമാണ് ഇപ്പോൾ അങ്കി. പണ്ട് കാലത്ത് അങ്കിയാണ്, ഇപ്പോൾ ഒരു ബഹുമാനാർത്ഥം നമ്മൾ പൊന്നാടണിയിക്കലാണ് ഈ അങ്കി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് മോതിരമണിയിക്കൽ അധികാരത്തിന്റെ സൂചനയാണ്. തനിക്കുള്ളത് മുഴുവൻ രാജ്യവും സമ്പത്തും അയാളുടെ അധികാരത്തിന് കീഴിലാക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ പൂർണ്ണമായിട്ടും നിനക്ക് സമർപ്പിക്കുന്നു. അതാണ് നമുക്ക് വിവാഹം എന്ന കുദാശയിലെ മോതിരം കൈമാറുമ്പോൾ നമ്മൾ വധുവരന്മാർ പറയുന്നത്, ഞാൻ നിൻ്റേതാണ്. സ്നേഹവും സമർപ്പണവും ഒരാൾക്ക് മറ്റേയാളുള്ള അധികാര അവകാശങ്ങളും സൂചിപ്പിക്കുന്ന ഭാഗമാണ് റിങ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മോതിരം മാറ്റം. അപ്പൊ മോതിരം മാറുമ്പോൾ നമ്മൾ സമ്പൂർണ്ണ സമർപ്പണവും സ്നേഹവും മറ്റൊരാൾക്ക് കൊടുക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് കാലിൽ ചെരുപ്പിടുക. മകന്റെ സ്ഥാനമുള്ളവർക്ക് മാത്രമാണ്, പദവിയുള്ളവർക്ക് മാത്രമാണ് മകന്റെ സ്ഥാനം അല്ലെങ്കിൽ പദവി സൂചിപ്പിക്കുന്നതാണ് കാലിൽ ചെരുപ്പിടുക. അടിമകള്, വേലക്കാരോ ദാസന്മാരോ ഒരു വീട്ടിലെ ചെരുപ്പിടാനായിട്ട് പാടില്ല. നഗ്ന പാദരായിട്ട് നടക്കണമെന്നായിരുന്നു യഹൂദ പാരമ്പര്യം. മക്കൾക്ക് മാത്രമാണ് പാദങ്ങൾ ധരിക്കാനായിട്ട് ചെരുപ്പിടാനായിട്ട് അവകാശമുള്ളൂ. അതുകൊണ്ടാണ് കാലിൽ ചെരുപ്പിടാനായി ഇടിപ്പിക്കാനായിട്ട് സേവകരോട് ദാസന്മാരോട് പിതാവ് ആവശ്യപ്പെടുന്നത്. നാലാമതായിട്ട് കൊഴുത്ത കാളക്കുട്ടിക്ക് ഒന്ന് സദ്യ ഒരുക്കുക. മാംസം ചുരുക്കമായിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ. ഉത്സവ വേളകളിലാണ് കാളക്കുട്ടിയെ കൊല്ലുന്ന പതിവ് യഹൂദ പാരമ്പര്യത്തിലുള്ളൂ. മടങ്ങി വന്ന മകന് മേശയിലേക്കാണ് സ്വാഗതം ചെയ്യുക. നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ നമ്മുടെ ഊട്ടുമേശയിലേക്ക് സ്വീകരിക്കുകയുള്ളൂ. കുടുംബത്തെ അംഗത്തിലേക്കാണ് നമ്മൾ ഊട്ടുമേശയിലേക്ക് സ്വീകരിക്കുക. അല്ലാത്തവർക്ക് നമ്മൾ മണിമുറിയിലിരുത്തി അല്ലെങ്കിൽ ഊട്ടുമുറി കൊണ്ടുവരാതെ കയറി വരുന്ന അകത്ത് തന്നെ ചായ കൊടുത്ത് പറഞ്ഞു വിടാൻ പരിശ്രമിക്കും. അപ്പോൾ ഊട്ടുമേശയിലേക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉത്സവം, മകൻ്റെ തിരിച്ചുവരവ് ഒരു ഉത്സവമാക്കിയിട്ട് ഈ പിതാവ് മാറ്റുകയാണ്. ആണ്ട് ഊട്ടുമേശയിലേക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മകനായിട്ട് നീ എനിക്ക് എത്രയും വേണ്ടപ്പെട്ടവനാണെന്നുള്ള അർത്ഥവും ഇതിനകത്ത് നൽകപ്പെടുന്നുണ്ട്. അഞ്ചാമതായിട്ട് സംഗീതവും നൃത്തവും. 2 സാമുവേൽ 6-ാമത്തെ അധ്യായം 1 മുതൽ 23 വാക്യത്തിലെ ദാവീദ് ആ വാഗ്ദാന പേടകത്തിന് മുമ്പില് യൂദായിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ദാവീദും ജനങ്ങളും സംഗീതവും നൃത്തവും ചെയ്ത് ആഹ്ലാദിച്ചു. ഇവിടെ പറയാം, നഷ്ടപ്പെട്ടിരുന്ന് വീണ്ടും കിട്ടിരിക്കുന്നു, ആഹ്ലാദിക്കാൻ തുടങ്ങി. സംഗീത നൃത്തം വഴിയായിട്ട് ആനന്ദിക്കാനായിട്ട് ആഹ്ലാദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ധൂർത്തുപുത്രൻ്റെ മുമ്പിൽ നമുക്ക് ഒത്തിരിയേറെ പാഠങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അതനുസരിച്ച് ധൂർത്തുപുത്രനെ പോലെ തിരിച്ചു വന്ന് സ്വർഗം കൈവശപ്പെടുത്താനായിട്ട് പിതാവിൻ്റെ മകനായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ചിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.